എന്തൊക്കെയാണോ കാര്യങ്ങള്? എല്ലാം റെഡിയാണ് സർ. ആരാച്ചാരുടെ കാര്യം കൺഫേം ആയത് മിനിഞ്ഞാന്നാ. തിരുനെൽവേലിന്ന് ഒരു ദാനിയൽ 75 വളരെ തൂക്കിയത് മൂപ്പരാ. ഇവിടെ വന്ന് അബൂബക്കറിന് കുരുക്കിട്ട് കഴിയുമ്പോ മൂപ്പരാൻ വടിയാവതിരുന്നാ മതി. തനി കിളവനാ. എടോ കിളവനെങ്കിൽ കിളവൻ, ആരെങ്കിലും വേണ്ടേടോ. 100 രൂപ കൊടുത്ത വഴിക്കിടപ്പന്നവന്റെ പള്ളക്ക് പിച്ചാത്തി കയറ്റാൻ 100 വരെ കിട്ടും, ഒരു പാടുമില്ല. പക്ഷെ മഹനീയമായി ഈ പണിക്ക് മാത്രം കഷ്ടം. എന്റെ കർത്താവേ, കോൺഫറൻസിൽ നിന്ന് മുങ്ങാൻ പെട്ട പാട്. സംസ്ഥാനത്തെ ഐജിമാരെല്ലാം കൂടി ഒരാഴ്ചയായി സെക്രട്ടേറിയറ്റ് ഇരുന്നല്ലയോ ഭരണം, ഹോം മിനിസ്റ്ററുടെ പ്രഷർ കുറയ്ക്കാൻ. നമ്മൾ പിന്നെ ജയിലിന്റെ ആളായതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം. എന്നിട്ടും DGP ചോദിച്ചു, തൂക്കുന്നിടത്ത് IG എന്തിനാടോ എന്ന്. തൂക്കുന്നിടത്ത് IG വേണ്ട, പക്ഷേ സുബേദാർ അബൂബക്കറെ തൂക്കുമ്പോൾ IG സ്കറിയ സക്കറിയ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അത് മിശിഹാമ്പുരാന്റെ ഒരു തീരുമാനമാ, അല്ലേടോ? തട്ടാങ്കൊല്ലിയിൽ TM അബൂബക്കർ, ഇവന്റെ തന്തയൊരുത്തനുണ്ടായിരുന്നല്ലോ, എന്തോ അവന്റെ പേര്? മുഹമ്മദ് സാഹിബ്. മുഹമ്മദ് സാഹിബ്, ദാദാ മുഹമ്മദ് സാഹിബ്. റാസ്കൽ. വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാ കോപ്പാന്ന് പറഞ്ഞല്ലേ നടപ്പ്. തട്ടിപ്പ്. ഞാൻ കണ്ണൂർ SP ആയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു കേസ്. തന്റെ മോനെ ഒന്നിച്ചകത്തിടാനുള്ള വകുപ്പുണ്ടായിരുന്നു. കിളവനെ ഏതോന്നി വിട്ടതാ, അല്ലെങ്കിൽ 2 എണ്ണത്തിനെ ചേർത്ത് നിർത്തി തൂക്കായിരുന്നു. എന്നതായാലും IG സ്കറിയ സക്രിയയുടെ സർവീസ് റെക്കോർഡാണ് റെക്കോർഡ്. ഒരു രാജ്യദ്രോഹിയെ തൊണ്ടിയോടെ പൊക്കുക, അവനെ കഴിവേറ്റിയെടുക്കുക, രണ്ടും പരിശുദ്ധമായി ഈ കൈകൾ കൊണ്ട്. മോളിരിക്കുന്ന അവന്റെ ഓരോ കളികളെ. അല്ല, ഇതാര് സാഹിബോ? ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിക്കണു. പച്ചലേ, മോളിരിക്കുന്നതിന്റെ കളി ഇതുകൊണ്ടൊന്നും തീരൂല്ല സാറേ. സാഹിബ് പറഞ്ഞതുള്ളതാ. കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ പുന്നാര മോനെ പോലെയുള്ള രാജ്യദ്രോഹികൾ, പാകിസ്ഥാൻ ചാരന്മാര് എമ്പാടുമുണ്ടല്ലോ രാജ്യത്തിനിയും. മുഴുവൻ എണ്ണത്തിനെ നുള്ളിപ്പെറുക്കി കഴിവേറ്റിയെടുക്കാതെ ഈ കളി തീരില്ല. തീർക്കാൻ ഈ കറിയാറ്റൽ സമ്മതിക്കില്ല സാഹിബേ. കള്ള ഹിമാറേ, എന്റെ മോന്റെ ചോര കുടിച്ചാലേ അനക്ക് സമാധാനാവുന്നുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോയി കൊന്നു തിന്നോളി. പക്ഷെ എന്റെ മോനെ ഈ പാകിസ്ഥാൻ ചാരനും രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ല, വിഷം തുപ്പണന്റെ നാവരിഞ്ഞ നായക്കിട്ട് കൊടുക്കും. അനക്കറിയൂല സാഹിബിനെ. പിന്നെ ചുമ്മാ തുള്ളാറ മൂപ്പിന്നെ. വയസ്സാങ്കാലത്ത് ഞരമ്പുളുക്കും. രാജ്യസ്നേഹവും പറഞ്ഞ് ഇവിടെ ഉണ്ടുതൂറി കിടക്കുമ്പോഴും തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പാകിസ്ഥാൻ ഇബ്ലീസുകളെ വിശുദ്ധ രാജ്യം. നീയൊക്കെ വാലാട്ടുന്നത് അവന്മാർക്ക് വേണ്ടി തന്നെയാ. എന്താ അറിയോ, നിസ്കാരത്തയമ്പ് ഈ മണ്ണിൽ നെറ്റി ചേർത്ത് വെച്ച് ഒരു ആയുസ് മുഴുവനും റബ്ബുൽ ഇസ്സത്തായ പരമകാരുണികനായ തമ്പുരാൻ സുജൂദ് ചെയ്തതിന്റെ അടയാളം. തൂത്താലും തൊടുത്താലും കൈത്തെടുത്തിട്ടാലും ഇതും അയൂല. കാരണം എന്താ അറിയോ, ഇതിൽ സത്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം. അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം, ഒരു ഉസുറുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം. ഈ ജന്മം എടുത്താലും എന്നെ കണ്ടതിന് കഴിയൂല. എന്റെ അതൊരു ആണും പെണ്ണും കെട്ട ജന്മല്ലേ. ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റ നാടിന് ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ ഇബ്ലീസുകളെ നെഞ്ചില് ഇരുമ്പും കൂടം പോലെ 1000 തവണ വീണ കയ്യാത്. ഗ്രഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുപറിൽ വേണ്ട സാഹിബിന്. അറിയോ? അടിക്കണോ? അടിക്കണോ? നടക്കണ്ടേ?